കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകാനുള്ള യോഗ്യത മരപ്പൊട്ടനായിരിക്കണമോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നല്ലേ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തവിട് കൊടുത്ത് വാങ്ങുന്ന പോലെ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം, ആ മന്ത്രിസ്ഥാനത്തിരുന്ന് ഒരാൾ പ്രതികരിക്കുന്ന കേൾക്കുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ നിലവാരം നമ്മൾ അളക്കുന്നത്. ഒന്ന് കേട്ടെ. റേഷൻ വിതരണം മോഡിയാണ് മുഴുവൻ റേഷനും കൊടുക്കുന്നത് സൗജന്യമായിട്ട്. അതിന് പൈസ ഇല്ലാഞ്ഞിട്ട് അത് തടയുന്ന അവസ്ഥ വന്നു, നിൽക്കുന്ന അവസ്ഥ വന്നു. കേട്ടില്ലേ? റേഷൻ മുഴുവൻ സൗജന്യമായിട്ട് മോഡി സർക്കാരാണ് കൊടുക്കുന്നത്. അത്രേ വിശ്വഗുരു വാരിക്കോരി കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ മുടങ്ങിയത്രേ. അതെന്തിനാണ് ഈ സൗജന്യമായി കൊടുക്കുന്നതിന് പണം അടയ്ക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ട് കാണും, പ്രളയകാലത്ത് നമുക്ക് തന്ന അരി. എങ്ങനെ അരി തന്നു? വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നതല്ല. ഈ നാട്ടിലെ നമ്മൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഓരോ സാധനത്തിനും GST എന്ന പേരിൽ നികുതി ഇങ്ങനെ പിഴിഞ്ഞു കൊണ്ടുപോവുകയാണ്. അതെന്തിനാണ്? ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ ഒരു കേന്ദ്ര ഭരണം വച്ചിരിക്കുന്നത്. 28 സംസ്ഥാനങ്ങൾക്കും നികുതി പിരിച്ചെടുത്തിട്ട് ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ എല്ലായിടത്തുനിന്ന് സമാഹരിച്ചതെന്ന് ഒരു വിഹിതം കൊടുക്കുക. ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്നതല്ല. പ്രളയകാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ 230 കോടി അരി തന്ന വിഹിതത്തിൽ നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചു. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, അരി മൊത്തത്തിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത്രേ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ചോദിച്ചത്, സ്വയം തന്നെ തെളിയിക്കുകയാണ് ഞാനൊരു മരപ്പൊട്ടനാണെന്നും ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഇതുപോലുള്ളവർ കരുതുന്നത്. നേരെ കേന്ദ്രമന്ത്രിയാക്കുന്നതിന് മുന്നോടിയായിട്ട് വിശ്വഗുരുവിൻ്റെയൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. സ്ക്രീനിങ് ടെസ്റ്റിൽ 4 ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന കേൾക്കുമ്പോൾ കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്യും, നല്ലൊരു മരപ്പൊട്ടനാണ്. എന്ത് പൊട്ടത്തനോ എന്ത് പച്ച കള്ളം വേണോ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലിറങ്ങി നമുക്ക് വേണ്ടി സംസാരിച്ചോളും. അതുമാത്രമാണ് ക്വാളിഫിക്കേഷൻ. വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. ചിന്താഗതി പാടില്ല, അറിവ് പാടില്ല, പൊട്ടത്തരങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ആ പൊട്ടത്തരങ്ങൾ പറയാൻ അപാര തൊലിക്കെട്ടിയും വേണം. അതല്ലേ മറ്റൊരു കേന്ദ്ര സഹവാഴയിലൂടെ നമ്മൾ കാണുന്നത്? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 70 ബില്യൺ ആറ്റുകാൽ അടുപ്പുകൾ നിരന്നു എന്ന് പറയുകയാണ്. 70 ബില്യൺ 7 കോടി, ആകെ 3.5 കോടി ജനമേ കേരളത്തിലുള്ളൂ. അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യാത്തത് കൊണ്ട് അതേപടി എടുത്ത് ടെലികാസ്റ്റ് ചെയ്യാണ്. പക്ഷേ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അല്പം ലോജിക്ക് ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന പൊട്ടത്തരങ്ങളെ കേട്ടിട്ട് ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു പോകുമല്ലോ. അതും കേന്ദ്രമന്ത്രിയാകാൻ. സ്വാഭാവികമായിട്ടും നാട്ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ കേന്ദ്രമന്ത്രിയായി കഴിയുമ്പോൾ ഇത്രയും മണ്ടന്മാർക്ക് കൂടി ഈ നാട്ടിൽ കേന്ദ്രമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക സംശയം ഉണ്ടാകും. അല്ലെങ്കിൽ ഇത്രയും മണ്ടന്മാർക്ക് മാത്രമേ കേന്ദ്രമന്ത്രിയാകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ജനം എത്തുന്നൊരവസ്ഥയിലാണ് ഇതുപോലുള്ള അടിമകളെയൊക്കെ ആ കസേരയിൽ കൊണ്ടിരുത്തുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം. വ്യക്തിപരമായിട്ട് അവർക്ക് എന്ത് ഗുണം, അതിനപ്പുറത്തേക്ക് നാടിനൊരു ഗുണവും പ്രതീക്ഷിക്കേണ്ട. നാടിനു വേണ്ടി എന്തൊക്കെ തരാതിരിക്കാമെന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വഴിമുടക്കികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി നമ്മുടെ നാടിന് വമ്പൻ പാര വയ്ക്കുന്ന ടീംസാണ് ഇതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയല്ലേ. അതുകൊണ്ടല്ലേ മോങ്കിജി സൗജന്യമായി തന്നതിന് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ എന്താണ്? പണം കൊടുത്ത് മേടിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. അതിൽ ഒരു വിഹിതമാണ് തരുന്നത്. അത് സൗകര്യമുള്ളപ്പോൾ തരും. കാര്യം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരും പോലെയാണ് പലരും ഇതിൽ അഭിപ്രായം പറയുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൈസ അത് വാങ്ങിക്കൊണ്ടുപോയി പോക്കറ്റിൽ വെച്ചതിന് ശേഷം തിരിച്ചു തരുന്ന എന്തോ ഔദാര്യം പോലെയാണത്രേ. വല്ലാത്ത തൊലിക്കട്ടി തന്നെ ഉവ്വേ എന്ന് മാത്രമേ പറയാനുള്ളൂ.